ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വഴിയാണ് പോണ വഴിയിൽ ആൾക്കാരൊന്നും കാണാനില്ല. ചിലപ്പോൾ ഈ ടൈമായ കാരണമാവും. എന്തായാലും നമ്മൾ ഈ ഭാഗത്തല്ല ചൂണ്ടണേ, ഇത്തിരി കൂടെ അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. കാരണം ഇവിടെ മണ്ണൊക്കെ എടുത്ത് ഭയങ്കര സീനായിട്ട് എടുക്കുക. അപ്പോൾ മീൻ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പോണ സ്പോട്ടിൽ ഉണ്ടാവും 100% ഉറപ്പാണ്. നമ്മൾ പിടിച്ച് കയറ്റിയിട്ടേ തരുള്ളൂ. അത് മാത്രമല്ല സൈഡിലൊക്കെ ഇട്ട് ഇതുപോലെ ചെറിയ പതികളുണ്ട് കേട്ടോ. ഇതിലൊന്നും ഉണ്ടാവില്ല, ആൾക്കാർക്ക് പിടിച്ചോണ്ടാവും. നമ്മൾക്ക് എന്തായാലും തൊട്ടപ്പുറത്ത് വലിയ സ്പോട്ടുണ്ട്. നമ്മൾ പോണ വഴി ചെറുതായി വരുന്നുണ്ട്. കറക്റ്റ് ഒരു വണ്ടിക്ക് പോലുള്ള ഗ്യാപ്പ് ഉള്ളപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തുകയാണ്. ഇനി അങ്ങോട്ട് കാൽനട. തൊട്ടപ്പുറത്തായിട്ട് മീനോ പോസ്റ്റ് കയറാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. അച്ഛോ വിളിക്കല്ലേ ഗൈസ്. അപ്പം നമ്മൾ ലൊക്കേഷനിലെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് നീങ്ങാണ്ട്. കാരണം ഇവിടെ ഭയങ്കര മണ്ണെടുക്കലായ കാരണം മീനില്ല, പൊതുവേ മീനില്ല. ഈ ഭാഗത്ത് നിൽക്കാനുള്ളൊരു ഗ്യാപ്പില്ല, പതികളോ ചണ്ടിയോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് ചൂണ്ടറിയാൻ പോണേ. അപ്പോൾ പോണ വഴിയായിട്ടത്. അപ്പോൾ നമ്മുടെ ചേട്ടൻ പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ശനി ഞായറും കിട്ടുമ്പോൾ എൻ്റെ ഒപ്പം ചൂണ്ടാൻ വരും. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള ക്യാമറമാൻ ചേട്ടനാട്ടോ. എനിക്ക് ഷോർട്സിലൊക്കെ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും പറയണ്ട. അപ്പോൾ മീൻ കിട്ടുമെന്ന് ഉറപ്പല്ലേ? കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. ഇന്നലാണെങ്കിൽ നമുക്കൊരു 1.5 കിലോ സൈസ്. അയ്യോ, എനിക്ക് എടുത്തേറ്റ് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫൈറ്റ് കണ്ടിട്ട് എൻ്റെ കിളി പോയി. അത്രയും പവറിലൊരു മീനെ കിട്ടി. അപ്പോൾ സെയിം സ്പോട്ടിക്കാണ് നമ്മൾ ഇന്നും വന്നേക്കണേ. അതുകൊണ്ട് മീൻ കിട്ടുന്നത് ഷുവറാണ്. കിട്ടണ വീഡിയോ ഞാൻ കാണിച്ചു തരും ചെയ്യും അല്ലേ ഗൈസ്. വീഡിയോ എടുത്ത് നടന്നു വല്ലൊരു ഗ്യാപ്പിൽ നമ്മളുടെ വണ്ടിയും ഇരിക്കണ തൊപ്പിയും സ്പൂൺ ലൂറും കീ വരെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പോയിട്ട് വരാം. കോമഡി എന്തായാലും. ചേട്ടൻ എന്താ അവിടെ അറ്റത്തേക്കുണ്ട്, പോയിട്ട് വരാം. നമ്മുടെ ചേട്ടൻ നമുക്ക് തുമ്പത്ത് ലൂറ് സെറ്റ് ചെയ്ത് തരാണ്. അപ്പോൾ നമ്മൾ സ്പൂൺ ലൂറാണ് യൂസ് ചെയ്യണേ. 100 രൂപ ആയിട്ടുള്ള കേട്ടോ നമുക്ക് തന്നെ. പക്ഷെ നമ്മളിതിൽ ഒരു 10,000 രൂപ വരെ മീനോളം പിടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാം. ഇതൊക്കെ എണ്ണ സ്പോട്ടിൽ നമ്മളൊരു മീൻ മറിയണ കണ്ടു. അപ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. എറിഞ്ഞു നോക്കിയാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ അടിക്കും. ഇതിവിടെ ഫുള്ള് ഭാഗ്യത്തിൻ്റെ കളി കേട്ടോ. കാരണം ഭാഗ്യവും ടൈമും. അപ്പോൾ ഈ സമയത്ത് നല്ല ലൂറ് നല്ല തിളങ്ങി കാണിക്കും. അപ്പം മീനുകൾ കണ്ട ഒറ്റയടിയാണ്. നമുക്ക് അങ്ങോട്ട് ഒന്ന് എറിഞ്ഞു നോക്കാം. അപ്പം നിൽക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. ഗൈസ് അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ടല്ലേ ലൂറിങ്ങനെ വരലാണ് ചെറിയൊരു തിളക്കത്തിൽ. ഫസ്റ്റ് ഇയർ ഒന്നുമില്ല. ഇത് കുടുങ്ങണ കേസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എറിയുമ്പോഴേ കുടുങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് അപ്പുറത്തൊന്നും എറിഞ്ഞ് നോക്കാം. മരം കണ്ടില്ലേ, ഇപ്പം മരത്തുമ്പോൾ കുടുങ്ങിയെന്നല്ലേ. നമ്മൾ ഒരു 2 ദിവസം മുന്നേ 2 ചേട്ടന്മാർക്ക് ചേറാൻ അടിച്ചെന്ന് കേട്ടു കേട്ടോ. 2 സൈസുള്ള ചേറാൻ. പുള്ളിക്കാർ വാളൻ എറിയാൻ വേണ്ടി വന്നതാണ്. നമ്മളെ പോലെ സ്പൂണിൽ വാളൻ എറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അതിൽ ചേറാൻ കയറി അടിച്ചു. അപ്പോൾ നമുക്കും ഭാഗ്യമുണ്ടോ നോക്കണമല്ലോ. ചേറാനല്ലെങ്കിലും എന്തെങ്കിലും വാള കിട്ടിയാൽ മതി. അപ്പോൾ ഇത്തിരി നീങ്ങിയിട്ടാണ്. അവിടെ ഒരു മോട്ടോർ പെര ഉണ്ട്. മോട്ടോർ പെര ഫ്രണ്ടിലായിട്ട് അവർക്ക് അടിച്ചതെന്ന് പറഞ്ഞത്. നമ്മൾ അവിടെ നടക്കുകയാണ്. കാരണം ഇവിടെ എറിഞ്ഞാൽ കാര്യമില്ല തോന്നി. കാരണം മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും ഈ ഭാഗത്ത് കാണാനില്ല. ഇപ്പോൾ ഈ സമയമായതുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ 2-3 ബ്രാലോൾ ഫോണ് കണ്ടു. മെല്ലെ നമ്മളെ നോക്കി പോവില്ലേ, അതുപോലെ പറ്റണമെങ്കിൽ പിടിക്കണമെന്ന് പോണ പോലെ ഫോണ് കണ്ടു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉറപ്പാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഗൈസ് ഇവിടെ നല്ലൊരു സ്പോട്ടാണ്. എന്താ അവസ്ഥ നോക്കാം. മുളയുള്ള കാരണം പേടിയാവും അറിയാൻ. അടിയേറ്റം കുടുങ്ങിയാൽ പണിയാവും. ഇത്രയും ഹൈറ്റിൽ നിൽക്കണ കാരണേ മേലേക്ക് പൊന്തി വരിക.
ഗൈസ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അല്ലെങ്കിൽ ഇവിടെ എറിയാൻ എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമാണ്. ഫ്രോഗാണെങ്കിൽ ഓക്കെ, പക്ഷേ സ്പൂൺ എറിയാൻ പറ്റിയ സ്പോട്ടല്ല. അപ്പോൾ സ്പൂൺ എറിയാൻ പറ്റിയ സ്പോട്ടുകൾ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അവിടേക്ക് നടക്കുക ഗൈസ്. അങ്ങനെ അടുത്ത സ്പോട്ട് എന്തായാലും ഇവിടെ ഒരു 5-6 എറിഞ്ഞു നോക്കാം. ഇത് ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് അടിച്ചോട്ടെ. ടൈം കൊടുക്കാമല്ലോ. ടൈം കൊടുത്തില്ലാന്നുള്ള പ്രശ്നമില്ല. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഓരോ ഇലകളുണ്ട്. മറ്റേ ഇതിൻ്റെ തന്നെ മുളേര ഇലയൊക്കെ കയറി പിടിക്കും. കണ്ടോ, ഇതുപോലെ കയറി പിടിക്കും. പിന്നെ ഇത് ക്ലീൻ ആക്കാനുള്ള ടൈം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പ്രോപ്പർ ആക്ഷൻ കിട്ടില്ല. അപ്പോൾ എന്തുമ്മേ കയറി പിടിച്ചു. നല്ല ടൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇല്ല ഇവിടെ ഇല കയറി പിടിക്കുക. ശരിയാവില്ല. ഗൈസ് അപ്പോൾ ഇവിടെ റെഡി ആവില്ല. ഇനി വീണ്ടും നടക്കുക. ഗൈസ് അവിടെ ഇവിടെയായിട്ട് നല്ല മറച്ചിലുണ്ട്. ഇത് കേൾക്കാണ്ട് ഭാഗ്യം പോലെ ഇരിക്കുകയല്ല. ഗൈസ് നമ്മുടെ സ്പൂണിൻ്റെ പിന്നാലെ ചെറിയ മീനുകളൊക്കെ ഒന്ന് ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സ്പോട്ടിൽ നിന്നാണ് മറ്റേ ചേട്ടന്മാർക്ക് മീൻ അടിച്ചേട്ടാ. പക്ഷെ കൊമ്പ ഗൈസ്. അപ്പം നമുക്കൊരു പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രാല് ഇഷ്ടം പോലെ കയറിക്കുന്നുണ്ട്. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റണില്ല. നല്ല ചൂടാണ്. തൊണ്ട ഡ്രൈ ആയിട്ടാണ് നിൽക്കണേ. ഇതേപോലെ സെയിം ബ്രാലി ഇതേക്കണം. എയറെടുത്ത് എയറെടുത്ത് പോയി. സെയിം ബ്രാലി. ഇല്ല ഇറങ്ങിയിരിക്കണ്ടല്ലോ. ഗൈസ് മീനടിച്ചു. ഗൈസ് അറ്റ് ലാസ്റ്റ് കേറിയോ. എവിടേക്ക് ഓരെ പിടിക്കുന്ന പറഞ്ഞ് പിടിച്ചു. അവിടെ എൻ്റെ ഭയമാവട്ടെ. വൈഡ് അയ്യോ കറക്റ്റ് നിൽക്ക്. കുഴപ്പമില്ല മുതലായി. പൈസ ഉണ്ടല്ലോ, കുഴപ്പമില്ല അല്ലേ? ഒരു കിലോ രണ്ടെണ്ണം കയറി. ഒന്നുമില്ലല്ലോ ഊരാൻ. ഇല്ല പിടിച്ചോ. അവിടെ ഉള്ളില് ഇവിടെ പിടിക്കുക. ഗൈസ് അപ്പം നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വളനെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ തട്ടാം ഊരാൻ നോക്കുകയാണ്. അത്ര എളുപ്പത്തിൽ പോരുന്നില്ല. ഒരു വടിയിട്ടോ കനുള്ള വടിയിട്ടോ നോക്കിക്കേ. എടുത്ത് പുറത്തോളം ഒക്കെ ഒന്ന് തള്ളി കൊടുത്ത വായനപ്പുറത്ത് കൂടെ എടുത്ത്. ഓക്കെ അയ്യോ കൈയിടുമ്പോ മുള്ളു പോലെ കറക്റ്റ് പറഞ്ഞിട്ട് പിടിക്കാൻ പറ്റിയ
അല്ലെങ്കിൽ അത് പെടഞ്ഞ് പോയിരുന്നു. അത്യാവശ്യം സൈസുള്ള നമ്മൾ കേട്ടില്ല പോള. ഓക്കെ എന്നെ വെള്ളത്തിലിട്ട് വെച്ചോ. എവിടെ കയറുന്നുണ്ടായിരുന്നേ? കയറി എൻ്റെ പോയിട്ടില്ല. ഞാൻ ഇറങ്ങില് പോയി എനിക്ക് ഈ കയറിലാണ് ഇടാൻ പോണേ. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം ഇവിടെ അവസാനിക്കാണ്. എടുത്തോ. അപ്പോൾ മീനത് അവിടെ കെട്ടിയിട്ടുണ്ട്. ചേട്ടനത് ഇറങ്ങിയെടുക്കാൻ പോവാണ്. സൂക്ഷിച്ചിറങ്ങണേ. നോക്കിയും കണ്ടും പോവാ. മീൻ വെള്ളത്തിൽ തന്നെ ഉണ്ട്. യെസ്, നാശാനെ പൊക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷിങ് ചൂട് കാരണം, തൊണ്ടത്തെ വെള്ളം വറ്റിയ കാരണം മാത്രം നിർത്തുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴൊന്നും നമ്മൾ നിർത്തില്ല. പിന്നെ ഇത്തിരി റിസ്ക്കാന്ന് പറയാൻ കാലം ഓരോന്നൊക്കെ ഇവിടെ കുത്തുണ്ട് കാലമേ. പിന്നെ പണ്ടാറ വെയിലും വല്ല മുറിവ് പറ്റുകയാണെങ്കിൽ ബ്ലഡ് ഒടുക്കത്തെ ഫ്ലോ ആവും. കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അത്രയും ഹൈ ആയി നിൽക്കുക. അപ്പോൾ രണ്ടാമത്തെ കേസ് വിശക്കുന്നുണ്ട്, അതാണ് മെയിൻ കാരണം. അപ്പോൾ നമ്മൾ നിർത്തണം ഇന്നത്തെ. എന്തായാലും നമ്മൾ വെറും കൈയോടെ അല്ലേ പോണേ. ഒരു അസ്തല് കൊമ്പൻ എന്നെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. അസ്തല് കൊമ്പൻ ഒന്നും പറയാല. നല്ല ഫൈറ്റ് തന്നു, ഒന്ന് ടെൻഷൻ അടിപ്പിച്ചു. എന്നാലും നമ്മളെങ്ങനെയൊക്കെ കയറ്റി. പിന്നെ ചേട്ടുള്ള കാരണം മാത്രം നമുക്ക് തന്നെ സേഫായി ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റിയേ. അല്ലെങ്കിൽ അത് പെട്ടുപോയേനെ. അല്ല ഞാൻ അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. വളരെ പല്ല് നമ്മുടെ ഡ്രസ്സുമ്പോൾ നൈസായി കൂറിയിട്ടാ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഒന്ന് യൂസ് ചെയ്തത് ഡൈവേരെ PR100 റീല്, പിന്നെ ഒക്കുമേരെ കോമ്പറ്റീഷൻ റോഡ് 7 ഫീറ്റാണ് വരുന്നത്. കിടിലൻ റോഡാണ്. നമ്മൾ വാങ്ങിച്ചേക്കണത് ചങ്ങനാശ്ശേരിയുള്ള കമോണ ഗ്ലാസിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അവൻ്റെ ഇനിയും കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ കണ്ടു കിട്ടാൽ മതി. പിന്നെ അതിലടിച്ച് കയറ്റൊരു കൊമ്പനാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഒരു കിടിലൻ മീനായിട്ടപ്പോൾ നമുക്കൊന്ന് അടിച്ച് കിട്ടിയേ. നോക്കിയേ മീശൊക്കെ നോക്കിയാൽ രണ്ട് നല്ല കിടിലൻ മീശുണ്ട്. ഇത് ഇതിൻ്റെ സെൻസേഴ്സാണ്. അടുത്തുകൂടെ എന്തെങ്കിലും മീനോ എന്തെങ്കിലും പോകണ്ടെങ്കിൽ സെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. നല്ല ഒരു എന്താ പറയുക തന്നെ. അപ്പോൾ നോക്കിയേ വായ നിറച്ച് എന്ത് ഫോക്കസ് ആവട്ടെ. വായ നിറച്ച് നല്ല കിടിലൻ പല്ല. അത് മാത്രമല്ല എൻ്റെ ഉള്ളിൽ കണ്ട അതും പല്ല. ഇത് ഗ്രൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യണതാ. അത് മാത്രമല്ല എൻ്റെ ചകളയുടെ ഉള്ളിൽ വീണ്ടും നിറച്ച് പല്ല. മേലത്തെ ഫോക്കസ് കണ്ട മേലെ. അപ്പോൾ കുഴപ്പമില്ലാത്ത കാണിച്ചേ. എത്ര ഉണ്ടാവും ഇത്? ഇത് നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് കറി വയ്ക്കും. ഫ്രൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ വിട്ടാലോ. അച്ഛനമ്മ ഇപ്പോൾ ജോലിക്ക് പോയിക്കാണ്. നമ്മുടെ അച്ഛനാണ് ഫിഷ് കട്ടിങ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ട് നമ്മൾ തന്നെ കട്ട് ചെയ്യിപ്പിച്ച് കറി വെപ്പിച്ച് വറുത്ത് അടിച്ച് പൊളിക്കും. സാധാരണ അഗ്രസീവും പ്രൊഡക്റ്റേഴ്സായ മീനുകൾക്കൊക്കെ നല്ല പരന്ന വലവും, പക്ഷെ ഇതിന് ഇങ്ങനത്തെ വലാണ്. പക്ഷെ ഇത് ഫുൾ ബോഡി വെച്ചിട്ട് അത് മൂവ് ചെയ്യണേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ. പോലെ തന്നെ നോക്കി ഇവിടെ ഫുള്ള് ചിറകോളാ കണ്ട. ഇതൊക്കെ ചിറക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളും കിട്ടും. ഇവിടം വരെ ചിറകുണ്ട് അതിന്, ഈ ലൈൻ വരെ. അതുകൊണ്ട് തന്നെ പിന്നെ 2 കൊമ്പ്, നല്ല അത്യാവശ്യം കട്ടിയുള്ള കൊമ്പ്. പക്ഷെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കൊമ്പുകളൊന്നും ഇല്ല കേട്ടോ ഇതിന്. പാവാ പുള്ളിക്കാരൻ. പക്ഷെ വായിന്നൊരു കടി കിട്ടിയ ഫുള്ള് പഞ്ചറാവും. നല്ല ഷാർപ്പ് തീത്ത, നല്ല ഷാർപ്പ്. അത് മാത്രല്ല ഈ മീൻ ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ. നാടൻ മീനിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മീൻ ഇതാ. നല്ല നാടൻ വാള, തൊന്നിവാള, എന്തൊക്കെ പേരിൽ അറിയപ്പെടണമെന്ന് അറിയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ഏത് പേരിൽ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. പോവാ ഗൈസ്. ഇപ്പോൾ നമ്മൾ മീനായിട്ട് പോവാണ്. അച്ഛൻ നിർത്തിയേ നോക്കട്ടെ. വാവ് ഗൈസ്, നോക്കിയേ കൂത്തുകൂട്ടന്മാര്.
കൊത്തുട്ടന്മാര് വെള്ളത്തിൽ ആഘോഷിക്കാണ്, എൻജോയ് ചെയ്യാ. ഏയ് നോക്കിയിട്ട് നമ്മളെ നോക്കണ് എന്താ എൻജോയ് ചെയ്യാല്ലേ. ഏയ് വെള്ളത്തിൽ നിന്ന് ഫുഡ് കഴിക്കണ അയവർക്കല്ലേ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ടാറ്റാ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇതുപോലത്തെ ഇനിയും കിതപ്പ് കാലം പറയാൻ പറ്റില്ല, ഇതുപോലത്തെ ഇനിയും കുറേ വീഡിയോസ് നമ്മൾ ഇറക്കും. കിടലം വീഡിയോസ് ആവും, ഭയങ്കര എൻഗേജിങ് ആവും. ബ്രാല്, വാള, തിരുപ്പി, ചേറാൻ എല്ലാത്തിനും കിട്ടണയൊക്കെ നമ്മൾ പിടിച്ച് കയറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചൂട് കാരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ കിടലം വീഡിയോസായിട്ട് പിന്നെ വരാം. അപ്പോൾ ബൈ ഫ്രം ലൈഫ് ബൈറ്റ്സ്.